അമ്മേന്റെ പുതിയ ഫോട്ടോ കാണിക്കണം ആരോ ഇന്ന് കമന്റ് ഇട്ടിട്ടില്ല. അമ്മേന്റെ ഫോട്ടോ കണ്ടാ? അമ്മേന്റെ ഫോട്ടോ കണ്ടാ? അതേ ഉള്ളു ഫോട്ടോ കേട്ടാ. ഈ ഫോട്ടോയേ ഉള്ളൂ കേട്ടാ. ഇത് കുടുംബശ്രീന്റെ വകയില് അമ്മക്ക് കിട്ടിയതായത്. പണ്ട് ചെറുപ്പത്തിൽ നിന്ന് ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു. പണ്ടത്തെ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നേ അല്ല, പണ്ട് ഫോട്ടോ എടുക്കുന്നത് പണ്ട് ഇങ്ങനെ വരച്ചിട്ടാ അങ്ങനെ അങ്ങനല്ലേ? പണ്ട് ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ അല്ലേ ഫോട്ടോ തേച്ചു. അപ്പൊ പണ്ടത്തെ ഫോട്ടോ ഒന്നും കിട്ടൂല. പണ്ട് ഇപ്പൊ കല്യാണം കഴിയുമ്പോ ആരും കൊണ്ടോ ഫോട്ടോ എടുക്കല്? അന്റെ ഒന്നും കല്യാണത്തിന് ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടാ. അമ്പലത്തിൽ പോയിട്ട് ഒരു സ്വർണത്തിന്റെ മാലയും ഇല്ല, ഒരു സ്വർണത്തിന്റെ മോതിരവും മാറിയിട്ടില്ല, ഒന്നുമില്ല. ഒരു തുളസി മാലയും സാരിയും ഇല്ല. പിന്നെ ഒരു മുണ്ട കൊടുക്കുക, കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കുക. മുണ്ടെന്ന് പറഞ്ഞാൽ 6 മാസം നമ്മൾ കൊണ്ടുപോകണം ഉടുക്കെ. ചീർപ്പ്, കണ്ണാടി, തോർത്ത്, എല്ലാ സാധനവും നമുക്ക് വേണ്ടുന്ന സാധനം തേച്ച് 6 മാസം പോയിട്ട് അവരെടുക്ക പോയിട്ട് ഇതിനാണോ അതിൻ്റെ ആവശ്യമുണ്ടാ? ഇന്നാണെങ്കിൽ ആരെങ്കിലും നിൽക്കുക? അതിന് ആരും നിൽക്കൂല. ഇന്നത്തെ കല്യാണത്തിന് ഒരു മനുഷ്യനും നിൽക്കൂല. ഇതാണ് അമ്മേന്റെ ഫോട്ടോ കേട്ടാ. ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മക്ക് 3 ആണും 3 പെണ്ണുമാണ്. അതിൽ ഒരാണേ ഇനി ഉള്ളൂ. 2 ആണ് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. ഒരു ഭാര്യമാരുണ്ട്, അവർക്ക് 2 കുട്ടികളുണ്ട്. ഒരാണും ഒരു പെണ്ണും. 2 ആക്കും ഓരോരാണും ഒരു പെണ്ണും. ബാക്കിയുള്ളവർക്ക് ഒരാണും ഒരു പെണ്ണാണ്. എനിക്ക് മാത്രം 3 പെൺകുട്ടികളാണ് കേട്ടോ. അന്നേരം ഭയങ്കര കഷ്ടപ്പാടുണ്ടേനും വിഷമം ഉണ്ടേനും. പക്ഷെങ്കിൽ ഇപ്പം വിഷമമൊന്നുമില്ല. അങ്ങനെ എന്നുവെച്ചാൽ അന്ന് പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുമ്പോൾ എല്ലാവരും കളിയാക്കും എന്നാ. ഓക്ക് 3 പെൺകുട്ടികളാണ്, ഓക്ക് 3 പെൺകുട്ടികളാന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ നേരെ തലമുറച്ചിട്ടായി കേട്ടാ. ആ കുട്ടിക്ക് പെണ്ണ് കിട്ടുന്നില്ല, ആ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വിഷമമൊന്നുമില്ല. എന്നാലും ഞാൻ അന്നെല്ലാം വിചാരിക്കും പണവും കോപ്പും ഉള്ളവർക്ക് എന്ന് വെച്ചാൽ സ്വർണം വാങ്ങണ്ടെങ്കിൽ പെൺകുട്ടികളുള്ളവർക്കാവില്ലല്ലോ. അപ്പോൾ ആൺകുട്ടികളെ മാത്രം ജനിക്കണം. അങ്ങനെ ഞാൻ എത്രയോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും കളിയാക്കുമ്പോൾ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒരു വിഷമമൊന്നുമില്ല. എന്നുവെച്ചാൽ സ്വർണ്ണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വീടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് പെണ്ണിനെ കെട്ടാൻ ഇന്ന് ഇഷ്ടം പോലെ ആൾ വരുന്നുണ്ട്. ഏത് പഠിക്കണമെന്നും. എൻ്റെ കുടുംബത്തിൽ ഒരാണേ ഉള്ളൂ കേട്ടാ. ഓരായിപ്പം വീഡിയോ പിടിക്കുന്നുണ്ട്. കുട്ടിയുണ്ട്. മോനിൻ്റെ മുന്നിൽ വരില്ല, ഭയങ്കര മടിയാണ്. നല്ല മോനാണ് കേട്ടാ. നല്ല നല്ല സ്വഭാവമാണ്. കുട്ടിക്ക് പറഞ്ഞ പോലെ മുഖം കാണിച്ചിന് പിന്നത്തെ വീഡിയോയിലും ഉണ്ടാവുക. ഉണ്ണിക്കുട്ടൻ എന്നാണ് പേര്. ഉണ്ണിക്കുട്ടൻ എന്നാണ് പേര്. ഉണ്ണിക്കുട്ടനല്ല, ദേവസൂര്യാന്ന് പേര്. ഉണ്ണിക്കുട്ടന്നാ വിളിക്കുക. പിന്നെ മൂത്തോള് ഒളിക്കില് വയത്തൂര്. അവർക്ക് 2 പെൺകുട്ടിയാണ്. ഒരാൾ BSc നഴ്സിംഗ് പഠിക്കുന്നുണ്ട്, 4ാമത്തെ വർഷമാണ്. ഒരാൾ SM കോളേജിൽ ഫസ്റ്റ് കൊല്ലം ഡിഗ്രിക്കാണ്. 2ാമത്തെ മോളത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ആണ്. ഒരു മോനാണ്, അത് 4ാം ക്ലാസ്സിൽ. ഇളയ മോള് മട്ടന്നൂർ എയർപോർട്ടിൻ്റെ അടുത്താണ്. മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. മട്ടന്നൂർ വേറെ കോഴിക്കോട് ഉണ്ട് പോലും ഒരു മട്ടന്നൂർ. അങ്ങനെ ഒരു കമന്റ് കണ്ടിന്. ഈ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ എയർപോർട്ട് കല്ലേരിക്കരയാണ്. അവർക്ക് 2 പെൺകുട്ടികളാണ്. ഒരാൾ 7ാം ക്ലാസ്സിൽ, അല്ല 8ാം ക്ലാസ്സിൽ. ചെറിയോള് 4ാം ക്ലാസ്സിൽ. ഓൻ എയർപോർട്ടിൽ വണ്ടി എടുക്കലാണ്. പിന്നെ നമ്മൾ 2 ആളും ഇടാം. അമ്മ ഉണ്ട്. ഇന്ന് ഏട്ടൻ്റെ മോള് ആടെ വീടെടുത്ത് നിൽക്കുന്നുണ്ട്. ആടെ ഒറ്റക്കായിട്ട് രാത്രിക്ക് മഴയല്ലേ, അതുകൊണ്ട് അവിടെ പോയിട്ടുണ്ട്. എനിക്ക് രാവിലെ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ പകലാകുമ്പോൾ എന്തെങ്കിലുണ്ടല്ലോ. അതുകൊണ്ട് പകലെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ. തൊഴിലുറപ്പിനെ പോകും. തൊഴിലുറപ്പില്ല ഇപ്പോൾ. അതുകൊണ്ട് നമ്മളെ ജീവിതം ഇങ്ങനെയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്താൽ നാളെ കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ നമ്മൾ